തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് സെക്സിനെ കുറിച്ചാണ്. സെക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ വിവിധ തലങ്ങൾ, അർത്ഥതലങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷേ ആ എപ്പിസോഡ് തീർന്നപ്പോൾ എനിക്കും കൂടെയുള്ള റിയയ്ക്കും കുറച്ച് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ എപ്പിസോഡ് ആ സംശയങ്ങൾ കൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ. എനിക്കത് ബാബു സാറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ക്ലിയർ ആയി കിട്ടിയാൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങൾ വരുമ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതണം. ഇമെയിൽ ID അവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിധത്തിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ആതിരയുടെ സംശയം, അത് കേൾക്കട്ടെ. സർ, സെക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ അല്ലേ? ഞാൻ വളരെ എത്തിമോളജി വെച്ച് ഡിക്ഷണറി മീനിങ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതെ. ആൻഡ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെർബാണ് അല്ലേ? ഓക്കെ. എൻ്റെ സംശയം എന്ന് പറയുന്നത്, നമ്മൾ സെക്സ് എന്ന വാക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു സൊസൈറ്റിയിലേക്ക് ത്രോ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു യൂണിയൻ ഓഫ് മീനിങ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ഡിക്ഷണറി മീനിങ് വെച്ചു, രണ്ട് നമ്മളതിൻ്റെ റൂട്ട്, ഏത് വാക്കും ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു മൂലപദത്തിൽ നിന്നാണ്, അതും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയെല്ലാം അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നുകിലാണ് അല്ലെ പെണ്ണായിരിക്കുന്ന അവസ്ഥ, അതാണ് നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞത്. അപ്പം ഞാനത് ക്ലാരിഫൈ ചെയ്തത് ഇതാണ്. ഇന്ന് നമ്മൾ സെക്യുലർ കൾച്ചറിൽ, പ്രത്യേകിച്ച് പോണോഗ്രഫിക് കൾച്ചറിൽ ഒരു 1950 മുതൽ ഇങ്ങോട്ട് സെക്സ് എന്നുള്ള വാക്ക് അതെന്തോ ഒരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് അതിനെ കണക്കാക്കി. അപ്പം നമ്മൾ സെക്സ് എന്ന് നമ്മൾ ഒരു മുമ്പിൽ കുറേ ആളുകൾ കൂടിയിരിക്കുമ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ എന്തോ അവിടെ ഒരു ആക്ടിവിറ്റിയെക്കുറിച്ചും അതെന്തോ ഒരു ഷെയിമിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു വാക്കായിട്ട് നമ്മളത് മാറ്റി. അത് നമ്മുടെ കുഴപ്പമല്ല, പോണോഗ്രഫിക് കൾച്ചർ നമുക്ക് തന്ന അതിൻ്റെ ഒരു തിക്തഫലത്തിൻ്റെ ഒരു ഫലമാണത്. ഓക്കെ. പക്ഷേ നമ്മളത് ക്ലാരിഫൈ ചെയ്തു. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണോ പെണ്ണോ ആയിരിക്കുന്ന അവസ്ഥ. വീണ്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഞാൻ പറയുകയുണ്ടായി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പ്, അതായത് ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു ക്രിയേറ്റഡ് വെർഷൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് ദൈവം നമ്മളെ ആണിൻ്റെ ശരീരം തന്ന് പെണ്ണിൻ്റെ ശരീരം തന്ന് അതുപോലെ തന്നെ പരസ്പരം അട്രാക്ഷൻ തന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് അട്രാക്ഷന് ഒരു വലിയ ഒരു ബോണ്ടിങ് പവറാണ് സെക്സ് എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് നമ്മൾ വെറും ഒരു ആക്ടിവിറ്റിയിൽ ഒതുക്കി നിർത്താതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എസെൻസ് ആണ് എന്ന് നമ്മൾ സഭയുടെ പഠനത്തിൽ നിന്ന് കാണുകയുണ്ടായി. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഫൗണ്ടേഷൻ ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് പറയും. ഈ ഫൗണ്ടേഷൻ ഓഫ് എക്സിസ്റ്റൻസ് വെറും ഒരു പ്രവൃത്തിയിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്തിയ ഒരു എൻ്റർടൈൻമെൻറ്റ് കൾച്ചറിൻ്റെയോ ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെയോ ഭാഗമായിട്ട് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞു വ്യക്തികൾ സാധനങ്ങളായി മാറും. ഒരു വ്യക്തിക്കുള്ള ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളതാണ് ഉൽപ്പത്തി 1:27 നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരുമായിക്കൊള്ളട്ടെ, ചിലപ്പം നമ്മളെക്കാൾ ഉയർന്നവരായിരിക്കാം, താണവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യക്തികളായിരിക്കാം, അവരുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം, ഡിഗ്നിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവരും സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ തിയോളജി ഓഫ് ബോഡിയിൽ എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം തന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്ന ഇതാണ്: ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള കാര്യം. അപ്പോൾ വീണ്ടും അത് ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞത് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജെനിറ്റൽസിൽ മാത്രം ഒതുക്കി നിർത്തുന്നതോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതോ അല്ല,
അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ്. അപ്പം അതാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു മെഗാ മിസ്റ്ററിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആണായി പെണ്ണായി ജനിച്ചപ്പം സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ആക്ടിവിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം കാരണം വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരായി രണ്ട് വ്യക്തികൾ തമ്മിൽ നമ്മൾ അതിനെ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയും. അവിടെ വെർബ് വരുന്നുണ്ട്, സെക്ഷൽ ആക്ടിവിറ്റി. അവരല്ലേ മാരിറ്റൽ യൂണിയൻ അല്ലെ സെക്ഷൽ യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അത് നമുക്ക് അതിൻ്റെ വെർബൽ ഫോമിലും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ എങ്കിലും നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണ്? നമ്മൾ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെ അതൊരു ആക്ടിവിറ്റി, ജസ്റ്റ് ആ വെർബൽ ഫോമിൽ മാത്രം സെക്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റി. അത് ഇന്നും അങ്ങനെ ആളുകളുടെ മനസ്സിലുള്ളത്. അപ്പം ഈ ഒരു ഇംപ്രിൻ്റ്, ഈ ഒരു ഇംപ്രഷൻ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ആക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പം ദർ ഈസ് നത്തിങ് ടു ഷെയിം. നമുക്ക് നാണിക്കേണ്ട ഒരു കാര്യമില്ല. മാതാപിതാക്കൾക്ക് മക്കളോട് നമ്മൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളോട് അപ്പനും അമ്മയും സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ ഫലമാണ് നിങ്ങൾ എന്ന്, ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒരു കുഞ്ഞ് ചോദിക്കുമ്പം അതിനോട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ മറ്റേത് ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഇത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് വളരെ 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 ഇനിയും ഡീപ്പായിട്ടുള്ളതാണ്. അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇത് വെറും ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റായിട്ട് നമുക്കിതിനെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. അതിൽ കൂടുതലായിട്ട് ഇതൊരു സ്പിരിച്വൽ യൂണിയൻ. ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ അവർ ഒന്നായി തീർന്ന് അവർ വൺ ഫ്ലഷ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു ഫിസിക്കൽ യൂണിയൻ മാത്രമല്ല. അവിടെ സോഷ്യോളജിക്കൽ യൂണിയൻ ഉണ്ട്, സൈക്കോളജിക്കൽ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ യൂണിയൻ നടക്കുന്നുണ്ട്, അവിടെ സ്പിരിച്വൽ യൂണിയൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് ശരിയായ വിധത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്ന് അവർ സ്നേഹം പങ്കുവെക്കുമ്പോൾ, മാരിറ്റൽ ലവ് അവർ പങ്കുവെക്കുമ്പോൾ ആ സെക്ഷൽ യൂണിയനിൽ ത്രിത്വൈക ദൈവം സന്നിഹിതനാണ് എന്ന്. അത്ര മഹത്വമുള്ളതാണ്. കാരണം ആ ദൈവത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്നേഹം, പരിശുദ്ധ ത്രിത്വത്തിൽ നടക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്, അൺക്രിയേറ്റഡ് ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് എന്ന് പറയും. സ്നേഹത്തിൻ്റെ അനന്തമായ ഒഴുക്കാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിപ്ലിക്കയാണ് വിവാഹം എന്നതിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്ന് അവരൊന്നായി തീർന്ന് അതിൻ്റെ ഫലമായി അവർക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഒരു കൊച്ചു കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ ദൈവത്തിൻ്റെ ഈ പ്രൊക്രിയേഷൻ, ആ പ്രോസസ്സ് നമ്മളിലൂടെ ദൈവം കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഇത് മെഗാ മിസ്റ്ററിയാണ്. പ്രപഞ്ച രഹസ്യങ്ങൾക്ക് വേണ്ടി ദൈവം ആവിഷ്കരണം ചെയ്ത ആ വലിയ രഹസ്യമാണ് സ്ത്രീയുടെ ശരീരം അല്ലെ പുരുഷൻ്റെ ശരീരം. ഞാൻ പറയുകയുണ്ടായല്ലോ, നമ്മൾ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഘടന നോക്ക്, പുരുഷൻ്റെ ശരീരത്തിൻ്റെ ഘടന നോക്ക്, അതൊരു മെഗാ മിസ്റ്ററിയാണ്. ഇന്നും സയൻസിന് നമ്മുടെ പല കാര്യങ്ങളും ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് സയൻസ് പറയുന്നത്. അപ്പം ദ ഗ്രേറ്റ് ഡിവൈൻ ആർക്കിടെക്റ്റിൻ്റെ മനോഹരമായ സ്വപ്നത്തിൻ്റെയും പ്ലാനിൻ്റെയും ഫലമായി ഈ പ്രപഞ്ചത്തെ തന്നെ നമുക്ക് താങ്ങി നിർത്തുവാൻ ഉള്ള കഴിവ് തന്നിട്ടാണ് ഈ സ്നേഹിക്കാനും അതുപോലെ തന്നെ ജീവൻ കൊടുക്കുവാനുള്ള കഴിവ് തന്നിട്ടാണ് നമുക്ക് ഈ സെക്ഷൽ കപ്പാസിറ്റി ദൈവം തന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ മഹനീയത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് നിലത്തിട്ട് ചവിട്ടി ഒരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദർ സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചിലരൊക്കെ ലിവിങ് ടുഗദറുകാർ എപ്പോഴും പറയുന്ന ഇതാണ്, കമ്പാറ്റബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് പോലെ. ഇതൊക്കെയാണ് നമ്മൾ മൊറാലിറ്റിയുടെ ഫൗണ്ടേഷൻ തകർക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നത്.
യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട് അത്. റിയയ്ക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയറായി തീർച്ചയായും. സാർ ഇത് പറഞ്ഞപ്പോ കപ്പിൾസിന്റെ കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്. സ്ത്രീ പുരുഷൻ നമ്മൾ പറഞ്ഞല്ലോ, വിവാഹത്തിലൂടെ കമ്മിറ്റ്മെന്റ് എടുത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മളത് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ സഭയിൽ, കത്തോലിക്ക സഭയിലുള്ളവരായിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് സഭയുടെ പഠനങ്ങളൊന്നും വേണമെന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഇതാണ്, ഒരു സ്ത്രീയും പുരുഷനും അവര് ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാനും വാങ്ങിക്കുവാനുമുള്ള തീരുമാനത്തിൽ ഒരുമിച്ച് ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത വ്യക്തികൾ തമ്മിൽ ഇത് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ റിയൽ പർപ്പസ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളെയും ഇമ്മോറലായിട്ട് ഒരു പക്ഷേ സഭ കാണുന്നത്. വിവാഹത്തിന് പുറത്ത് നമ്മൾ നടത്തുന്ന മറ്റെല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും, അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവിടെ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കപ്പിൾസ് പറഞ്ഞതുപോലെ ഇപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ് ട്രപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി. തീർച്ചയായിട്ടും അത് റീസെൻ്റ് അല്ല, കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ട്രപ്പിൾസ്. അപ്പോൾ ട്രപ്പിൾസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പിൾസ് എന്ന് പറയുന്ന ആരാണ്? ഒരു സ്ത്രീയും ഒരു പുരുഷനും. അപ്പോൾ ട്രപ്പിൾസിൽ പല കാറ്റഗറിക്കാർ വരാം. അതായത് ഒരു സ്ത്രീ, 2 പുരുഷന്മാർ, അവർ കൺസെൻറ്റോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നു, അവർ പരസ്പരം ശരീരം പങ്കിടുന്നു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും. ഇതിന് പോളിയാമറസ് റിലേഷൻഷിപ്പ് എന്നാണ് അതിന് വേറൊരു പേര് പറയുന്നത്. പോളിയാമറസ് റിലേഷൻഷിപ്പ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പിന്നെ ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിലും മറ്റുള്ളിടത്തും ഒക്കെ ഇത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും റിയ കണ്ടത്. അല്ലെങ്കിൽ 2 പുരുഷന്മാർ, ഒരു സ്ത്രീ. 2 അല്ല, 3 പേര്. ട്രിപ്പിൾസ് എന്ന് അതിനുകൊണ്ടാണ് പറയുന്നത്. കപ്പിൾസ് 2 പേര്. ട്രിപ്പിൾസിൽ ഒന്നുകിൽ 2 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ, അല്ലെങ്കിൽ 2 പുരുഷന്മാർക്ക് ഒരു സ്ത്രീ, 3 പേര്. ഓക്കെ. ഇത് ഈ സെയിം സെക്സ് അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവരെയും ഹോമോസെക്ഷൽ ട്രപ്പിൾസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറയുന്നത് സെയിം സെക്സിലുള്ള 2 പേര്, ആണായാലും പെണ്ണായാലും, അവർ 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പം ലീഗലി ദേ ആർ അലൗഡ് ടു ലീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ട്രപ്പിൾസ്, അവർ പറയുന്ന ഒരു റീസൺ ഇതാണ്. ട്രപ്പിൾസിനെ കുറിച്ച് നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് അവരും പറയുന്നത്. അപ്പം സ്നേഹിക്കുക, അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നത്, എൻ്റെ സ്നേഹം മുഴുവനും ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്താൽ അതങ്ങ് ലിമിറ്റഡ് ആയിപ്പോവും. അത് 3 വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ട്രപ്പിൾസായിട്ടുള്ള ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലുള്ളവരുണ്ട്, ട്രപ്പിൾസായിട്ടുള്ള പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു കോമൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മളൊക്കെ ഒരു പക്ഷേ കാണുന്നവരിൽ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ട്രപ്പിൾസ് കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു അത് എമർജ് ചെയ്ത് വരുന്നുണ്ടല്ലേ പല സ്ഥലത്തും. അതിപ്പം നമ്മുടെ ഈ ലിവിങ് ടുഗദറിൽ അത് വരാമല്ലോ. ഇപ്പം ലിവിങ് ടുഗദർ നിങ്ങൾ എടുത്ത് നോക്കുക, അത് വരാമല്ലോ. 2 പേര് തമ്മിൽ താമസിക്കുന്നു, എന്തുകൊണ്ട് ഒരാളും കൂടെ താമസിച്ചുകൂടാ? 2 പേര് തമ്മിൽ യാതൊരു പിന്നെ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ അവർക്ക് ജീവിക്കാം. നത്തിങ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് സമയം അവർക്ക് അറ്റ് വിൽ ദേ ക്യാൻ ലീവ്. അവർ പറയാ ഇല്ല, നമ്മൾ ഇനിയും താമസിക്കേണ്ടെന്ന് പറഞ്ഞാൽ താമസിക്കേണ്ട. ആണോണ്ടെങ്കിൽ 3 പേർക്കാകാമല്ലോ. ഇനിയും ട്രപ്പിൾസിന് പകരം അടുത്ത കോൺസെപ്റ്റ് ഇനിയും വരും, 4 പേർക്കാകാമല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള മൊറാലിറ്റിയുടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഈ സെക്ഷൽ മൊറാലിറ്റി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സർ, അതിനോട് ചേർത്ത് നിർത്തി ചോദിക്കാൻ പറ്റുന്ന ഒരു സോളോഗമിയാണ്. സോളോഗമിയും ഇന്ത്യയിലെ നമ്മൾ പല സ്ഥലങ്ങളിലും സോളോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം തന്നെ വിവാഹം കഴിക്കുക, സോളോഗമി. നമ്മൾ പോളിഗമി കണ്ടു, പോളിയാമരി കണ്ടു, മോണോഗമി കണ്ടു. ഇനി സോളോഗമി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ജെൻഡർ ഐഡിയോളജിയുടെ പല വിഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചോണം. ഇപ്പോൾ സോളോഗമി എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തിക്ക് ഒന്നുകിൽ അവരെന്തായിരിക്കും കാരണം, അവരുടെ ഒരു സൈക്കോളജിക്കൽ റീസണിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതൊന്നും നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെടുത്ത് പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ അവർ പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ, ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമാണ് ഞാൻ എന്നെ തന്നെ വിവാഹം കഴിക്കുക. എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പം തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടുന്ന സോളോഗമി എന്ന് നമുക്ക് വേണം. സർ, അതിനെ വളരെ ജനറലായിട്ട് അതിനൊരു സെൽഫിഷ് നേച്ചറിനോട് അതിൽ പലതും നമുക്കതിനെ എങ്ങനെ വേണേലും വിളിക്കാം. ഇപ്പം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ ഇങ്ങനെ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല നമ്മളിത് പറയുന്നത്. നമ്മൾ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അത് പല കാരണങ്ങൾ അതിനാകാം. ഓക്കെ, അവർ ഒരു പക്ഷേ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കോളജിക്കൽ ജെനസിസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഈ സെക്ഷൽ മൊറാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ജെൻഡർ ഐഡിയോളജി കൊണ്ടുവരുന്ന കൺഫ്യൂഷൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ബാഡ് എഫക്ട്സുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സ്ലൈഡിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം തിയോളജി ബോഡിയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ലൈംഗികത എന്ന് പറഞ്ഞാൽ എല്ലാ ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനമാണ്. അപ്പം ലൈംഗികതയിൽ മൊറാലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കുന്നത്? അപ്പം എല്ലാ സംസ്കാരത്തെയും എല്ലാ തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെയും പിടിച്ചു നിർത്തുന്നതാണ് ഈ സെക്ഷൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റം സംഭവിക്കുമ്പോൾ, അതിന് കോട്ടം സംഭവിക്കുമ്പോൾ എന്താണ്? സംസ്കാരങ്ങൾ, നമ്മൾ പറയത്തില്ലേ സെക്യുലർ കൾച്ചറുകൾ വേറെ രീതി ചിന്തിക്കാൻ തുടങ്ങും. അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതൊന്നും നമുക്കിനി ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം അനുഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളല്ല, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ അവരിത് ഒരു സാധാരണ സംഭവം പോലെ അവരുടെ മുമ്പിലൂടെ കാണാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇളകിപ്പോകുന്നത്, അല്ലെ എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനാണ് ഇതുപോലെയുള്ള എപ്പിസോഡുകളും ഇതുപോലെയുള്ള ക്ലാസ്സുകളും ഇതുപോലെയുള്ള സത്യത്തെ തേടിയുള്ള യാത്രകളും ഒക്കെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് ഇരിക്കുന്നത്. ശരിക്കും ശലോം ടി വിയിലൂടെ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ വരുന്നത് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശവും പുതിയ അറിവിൻ്റെ ഒരു വെളിച്ചവും പകർന്ന് ഈ വരും തലമുറയെ അവർക്ക് സഹായിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വലിയ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ അല്ലെ കൾച്ചറിൻ്റെ അല്ലെ ലോകത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഇളകിപ്പോകുന്നത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ എൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ഡയഗ്രം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യമേ കാണുന്നുണ്ട്, അത് താഴോട്ടാണ് അതിൻ്റെ ഫ്ലോ പോകുന്നത്, ജെൻഡർ ആൻഡ് സെക്സ്. പിന്നീട് നമ്മൾ മാര്യേജിനെ കാണുന്നു, പിന്നീട് നമ്മൾ ഫാമിലിയെ കാണുന്നു, പിന്നീട് നമ്മൾ സൊസൈറ്റിയെ കാണുന്നു, പിന്നീട് നമ്മൾ നേഷൻസിനെ കാണുന്നു, പിന്നീട് നമ്മൾ ലോകത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം ഇളകുന്നത് മോളിൽ നിന്ന് ഈ എന്തെങ്കിലും സംഭവം അതൊന്ന് കണക്ട് ചെയ്യാമോ? ആർക്കെങ്കിലും അതൊന്ന് കണക്ട് ചെയ്തെന്ന് പറയാമോ? ജെൻഡറും സെക്സും അവിടെ നോക്കി പറഞ്ഞു, ആ സ്ക്രീനിൽ നോക്കി പറഞ്ഞു. ജെൻഡറും സെക്സും എവിടെ തകരുന്നു അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കുന്നു, അവിടെ നമ്മുടെ മാരേജിന്റെ അർത്ഥം തന്നെ ഇല്ലാണ്ടാവും. വെരി ഗുഡ്. പിന്നെ അപ്പം നമ്മൾ ജെൻഡറും സെക്സിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ എന്തിലാണ് കൊണ്ടുപോയി നമ്മളെ കുഴപ്പിക്കുന്ന? എന്തിലാണ്? പിന്നെ മാരേജ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ രണ്ടുപേര് തമ്മിൽ എനിക്ക് ജീവിക്കാം, ഇഷ്ടമില്ലാത്തപ്പോൾ ഞാൻ മാറിപ്പോയി. നമ്മളതിനെ ഓമന പേരിട്ട് കോഹാബിറ്റേഷനോ ലിവിങ് ടുഗദറെന്നോ എന്ത് വേണേലും നമുക്ക് വിളിച്ചോ, അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ഇതാ സംഭവിക്കുന്നത്. പിന്നെ വിവാഹം, ഇന്ന് തന്നെ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വിവാഹത്തെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ആശയങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം അടിച്ചമർത്തലിൻ്റെ, സ്ത്രീ പുരുഷ അടിച്ചമർത്തലിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിന്നെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു,
ടോക്സിക് മാസ്കുലിനിറ്റി, മറ്റേത് മറിച്ചേതെന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം തന്നെ കഴിക്കാൻ വിസമ്മതിച്ചിരിക്കുന്ന ധാരാളം യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരോട് പലരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, എന്തിന് ഞാൻ ആവശ്യമില്ലാത്ത ഒരു ഭാരം കൂടെ എൻ്റെ, ഐ എം ഫ്രീ നൗ, ഐ എം ഓക്കെ നൗ. ഈ ഒരു ചിന്താഗതിയാണ്. പക്ഷേ വിവാഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നമാണിത്. നമ്മളെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചപ്പോൾ. അതുപോലെ തന്നെ മതബോധന ഗ്രന്ഥം പറയുന്നത് വിവാഹം എല്ലാ മനുഷ്യരുടെയും പ്രഥമ വിളിയാണ്. ദ പ്രൈമറി വൊക്കേഷൻ ഈസ് ഫോർ മാരേജ്. കാരണം എന്താണ്? നമ്മളുടെ ശരീരം, ആണിൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിൽ തന്നെ, പെണ്ണിൻ്റെ ശരീരം ആ ശരീരത്തിൽ തന്നെ. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അതിൽ തന്നെ പിന്നെ എപ്പോഴാണ് സെൻസ് ഉണ്ടാകുന്നത്? ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ആദം അവയെ നോക്കിയപ്പോഴാണ്, ഓ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും, നീ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നിനക്ക് നാരി എന്നുള്ള പേര് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭാഷണവും ഒരു അഡ്മിറേഷനും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് ദ മൊമെന്റ്സ് ഓഫ് അഡ്മിറേഷൻ പുരുഷൻ്റെ ജീവിതത്തിൽ സ്ത്രീയെ കണ്ടപ്പോൾ. കാരണം അതുവരെ അവൻ്റെ ശരീരത്തെക്കുറിച്ച് അവന് പ്രത്യേക ഒരു അർത്ഥം ഒന്നും തോന്നിയില്ല. പക്ഷേ സ്ത്രീയുടെ ശരീരം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന്, ഓ വി ആർ ക്രിയേറ്റഡ് ഫോർ ഈച്ച് അതർ. പരസ്പരം നീ എനിക്ക് വേണ്ടിയും ഞാൻ നിനക്ക് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തോന്നൽ അവൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ടാവൻ പറഞ്ഞ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്, എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് നീ എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അപ്പം വിവാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നല്ല വിവാഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നല്ല കുടുംബങ്ങളുണ്ടാകുന്നത്. നല്ല കുടുംബങ്ങൾ നമുക്കൊരു സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോഴാണ് എന്താണ്? സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം നന്നാകുന്നത്. അതുപോലെ നല്ല സമൂഹങ്ങൾ നമുക്കൊരു രാജ്യത്ത് ഒരുപാട് അതുപോലുള്ള നല്ല സമൂഹങ്ങളുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നല്ലൊരു രാജ്യമുണ്ടാവും. നല്ല അതുപോലെയുള്ള കുറേ രാജ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ലോകത്തിൽ ഈ യുദ്ധവും ഈ അതിക്രമങ്ങളും ഈ പിടിച്ചുപറിയും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ഒരു ലോകമുണ്ടാകും. അപ്പോൾ ഇതാണ് ഞാൻ വളരെ ലോജിക്കലി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതിനെ ഞാൻ കണക്ട് ചെയ്യുന്നത്. എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ജെൻഡർ ആൻഡ് സെക്സിനെ കുറിച്ചുള്ള മനുഷ്യൻ്റെ അവബോധമാണ്. അതിനെ തെറ്റായിട്ട് അവൻ മനസ്സിലാക്കുന്നു, അതിനെ തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് തെറ്റായ രീതിയിൽ ക്രിയേറ്ററിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ എനിക്കെന്തു വേണം ഈ സമയം അത് തന്നെ എനിക്കാകാൻ പറ്റുമെന്ന് സ്വയം തീരുമാനിക്കുന്ന മനുഷ്യൻ, അവൻ സെക്സിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചുമുള്ള അവൻ്റെ വികലമായിട്ടുള്ള ഈ ഒരു തകർച്ച അത് മാര്യേജിനെ തന്നെയല്ല, കുടുംബത്തെ തന്നെയല്ല, സമൂഹത്തെ തന്നെയല്ല, രാജ്യങ്ങളെ തന്നെയല്ല, ലോകത്തിൻ്റെ തന്നെ അടിസ്ഥാനം തകർക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം എത്ര പവർഫുൾ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സെക്സ്, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിരിക്കുന്ന ആ ഒരവസ്ഥയും അതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ അട്രാക്ഷൻസ്, സെക്ഷൽ ഫീലിങ്സ്, അതൊക്കെ ദൈവത്തിൻ്റെ വലിയ ദാനങ്ങളാണ്. ദൈവത്തിൻ്റെ വലിയ ദാനങ്ങളാണ്. ഞാൻ ഈ റിലേഷൻഷിപ്സിനെ കുറിച്ചും ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ അവരോട് പറയാറുണ്ട്, ദൈവം മനോഹരമായി നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ പരസ്പര അട്രാക്ഷൻ, ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള അട്രാക്ഷൻ. പക്ഷേ അതെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ആണാണെങ്കിൽ ഞാൻ ആണല്ല, ഞാനിപ്പോൾ പെണ്ണാണ്, ചിലപ്പോൾ ആണാണ്, അല്ലെ പകുതി ആണാണ് പകുതി പെണ്ണാണ് എന്നൊക്കെ പറയുന്നത് ഐഡിയോളജിയെ ഫോളോ ചെയ്ത് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ചിന്താഗതികളാണ്. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് എടുത്ത് ഈ ജെൻഡർ ഐഡിയോളജിയെ പറഞ്ഞിരിക്കുന്നത് കോളനൈസേഷനാണ്. ഈ കോളനൈസേഷൻ ഓഫ് ഐഡിയോളജി എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്ന അതിനെ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എപ്പിസോഡിലൂടെ വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുകയും നമ്മൾ ഇതിനെ ഒരു പവർഫുൾ ഒരു വിഷനോടുകൂടി നമ്മളിതിനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കൾച്ചറിനെ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റും.
ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയോടെ ഈ കൾച്ചറിനെ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റും. ഈ തെറ്റായ ധാരണകളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് വീണ്ടും സത്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മുടെ ശാലോമിലൂടെ നമ്മൾ ഈ TOBയുടെ ഈ 2ാമത്തെ ലെവലിലെ ജെൻഡർ ആൻഡ് സെക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആതിര, നമുക്കിന്ന് കൺക്ലൂഷൻ പ്രയറോടുകൂടി തന്നെ അല്ലേ എല്ലാ ദിവസത്തെയും പോലെ തീർക്കാം. ഇന്ന് റിയയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്നേഹനാഥനായ ഈശോയെ, അങ്ങേ സ്നേഹത്തിലോട്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിളി തിരിച്ചറിയുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ആ വിളി തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലെല്ലാം അങ്ങയുടെ സ്നേഹം കാണുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നല്ല തമ്പുരാനെ, ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഇവിടെ കേട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുവാനും അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരുവാനും സെക്ഷ്വാലിറ്റിയെയും ജെൻഡറിനെയും മനസ്സിലാക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ എപ്പിസോഡ് കാണുന്ന ഓരോ വ്യക്തികളെയും ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കാപ്പയുടെ ഉള്ളിൽ അവരെല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സെക്സ് എന്ന വാക്കിനെ കുറിച്ച് ഒരു വ്യക്തത ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം ഉൾക്കൊണ്ട് പുതിയൊരു നല്ല ലോകത്തെ നമുക്ക് വാർത്തെടുക്കാൻ ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ ജെൻഡറിനെ കുറിച്ചുള്ള അറിവുകളായിരിക്കും സർ നമുക്ക് പകർന്നു നൽകുക. അതുവരെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ ഏവരെയും കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഇമെയിൽ അഡ്രസ് info@tobforlife.org.